അപ്പോൾ ഞങ്ങളിന്ന് കൽപ്പറ്റ വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. മക്കൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണേ. പോകുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും നല്ല മഴക്കാറായിരുന്നേ. അപ്പോൾ മഴ പെയ്യോ എന്നുള്ളൊരു ടെൻഷനിലാണ് കേട്ടോ ഞങ്ങൾ പോയത് തന്നെ. അപ്പോൾ ആദ്യം തന്നെ പോയത് പാറൂട്ടിൻ്റെ മുടി മുറിക്കാനാണ് കേട്ടോ. അവളെ മുടി അത്യാവശ്യം ലെങ്ത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഷോർട്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവളെ മുടി ഏകദേശം എല്ലാം ഒരേ ലെവലിലെത്തിയിട്ടുണ്ട്. പിന്നെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ, അപ്പോൾ മുടിയൊക്കെ ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മുടിയൊക്കെ മുറിച്ചിറങ്ങിയപ്പം ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാറൂട്ടിക്ക് ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞങ്ങളെപ്പോഴും ഇവിടെ തന്നെയാണ് കേട്ടോ അവൾക്ക് ചെരുപ്പ് എടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പം അവൾക്ക് പറ്റിയ ചെരുപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. അവൾക്ക് പറ്റിയ സൈസും ഉണ്ടായിരുന്നില്ല, പിന്നെ കളക്ഷൻസും കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ചെരുപ്പ് അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് ലൂസായതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ ചെരുപ്പാണെങ്കിൽ ഭയങ്കര ടൈറ്റ് വരുന്നേ. അപ്പോൾ അവൾക്ക് പറ്റിയ ചെരുപ്പൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. പിന്നെ കാശിക്കൂട്ടൻ ഓരോ ചെരുപ്പ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ നോക്കിയെടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. പിന്നെ അവിടെ കയറി നല്ല ചൂട് വടയും ചട്നിയാണ് കഴിച്ചത്. നല്ല അടിപൊളി വടയായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ പറ്റി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാറൂട്ടിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞപ്പം അതും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ടൗണിലൊക്കെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കാശിക്കൂട്ടനും അനൂപേട്ടനും ഡ്രസ്സ് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. കാശിക്കൂട്ടൻ ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വാശികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ അത്യാവശ്യം എല്ലാം നോക്കി ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പാറൂട്ടിക്ക് ചെരുപ്പ് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ അതും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്കൊരു കട കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കി നല്ല ഇഷ്ടപ്പെട്ടൊരു ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ, വീട്ടിലേക്ക് വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയ അവിടെ തന്നെ കാശിക്കൂട്ടിന് ഉറങ്ങാനുള്ളൊരു മൂഡിലാണ് കേട്ടോ. ഇനി ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഇതിലാണ് അവനുള്ളത്. അപ്പോൾ ഇനി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം. അങ്ങനെ വീട്ടിൽ കയറി പൊറോട്ടയും ബീഫുമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടാക്കും അതൊക്കെ കൊടുത്ത് കാശിക്കൂട്ടനെ നന്നായിട്ട് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.